ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ അടുത്ത റെസിപ്പി പാനിപ്പൂരി ഷവർമയാണ്. പാനിപ്പൂരിയുടെ ആ ബോൾസ് കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ്റെ പീസസാണ് എടുത്തിരിക്കുന്നത്, എല്ലില്ലാത്ത പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെടുത്തിട്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം. അപ്പോൾ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപ്പൂരിയുടെ ബോൾസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാക്കറ്റിൽ ഇതുപോലെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും ഇതുപോലത്തുള്ള ബോൾസ്. അത് നമുക്ക് എണ്ണയിൽ കുറേശ്ശായിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലത്തെ ബോൾസ് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ കുറേശ്ശായിട്ട് 2-3 എണ്ണം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഇത് ബോൾസായിട്ട് വരുന്നതാണ്. നമ്മുടെ പൂരിയൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ നല്ല ബോൾസായിട്ട് ഇതുപോലെ വരും. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ബോൾസായി വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ചൊന്ന് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഷവർമയുടെ ബോൾസൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൂരീസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഷവർമയ്ക്കുള്ള ഫില്ലിങ്സ് ആണ്. ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും വെജീസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ ഉണ്ട്, അത് നമുക്ക് കൊച്ചു പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ഉണ്ട്, മയോണൈസ് കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹോം മെയ്ഡായിട്ടുണ്ട് ഉണ്ടാക്കിയ മയോണൈസാണ്. മയോണൈസ് കൂടെ ഒന്ന് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപ്പൂരിയിലെ ഓരോ ബോൾസ് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഷവർമയുടെ ഫില്ലിങ്സ്, ആ ചിക്കൻ്റെ ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് തയ്യാറാക്കിയിട്ട് തോനെ നേരം വെച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നതല്ല. ബോൾസും അതുപോലെ തന്നെ ഫില്ലിങ്സും പ്രത്യേകം വെച്ചിട്ട് നമുക്ക് അപ്പം സെറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ബോൾസ് പെട്ടെന്ന് തണുത്ത് പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് രണ്ടും സെറ്റാക്കി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ പാനിപ്പൂരി ഷവർമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.